നമുക്ക് ചുറ്റും ഇൻഫർമേഷന്റെ ഒരു ഫ്ലഡാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് യാതൊരു പാടുമില്ല. പക്ഷേ ഇതൊക്കെ ക്രെഡിബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വാർത്തകളാണോ നമ്മൾ തേടി വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിലാണ് സംശയം. നമ്മൾ ഇന്ന് എൻട്രി കൊമേഴ്സിന്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്സ് അല്ലെങ്കിൽ ഇക്കണോമിക്സ്, അക്കൗണ്ടിംഗ് മേഖലയിലോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആസ്പിരൻസിന് യൂസ്ഫുൾ ആകുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള കുറച്ചധികം ഇൻഫർമേഷൻ റിസോഴ്സസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് നല്ല രീതിയിലുള്ള ഡാറ്റാസ് വിത്ത് അനലിറ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എല്ലാ പോയിന്റ് ഓഫ് വ്യൂവും കൂടെ കിട്ടുന്ന രീതിയിൽ എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. നമുക്കറിയാം ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നാറുണ്ട്. പല കുട്ടികളും പല കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർക്ക് എങ്ങനെ തോന്നാറുണ്ട്, ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ഡീപ്പായിട്ട് ഈ ഒരു വിഷയത്തിൽ നോളജ് കിട്ടുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണ്. ഇത് എവിടെ നിന്ന് കിട്ടും? നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള മറ്റ് ന്യൂസ് ചാനലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഴ്സിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പൊ ആ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്രെഡിബിൾ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഫീൽഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള വാർത്തകൾ, അപ്ഡേറ്റ്സ് എങ്ങനെ കിട്ടും, അതിനെ പറ്റിയിട്ടുള്ള കുറച്ചധികം സോഴ്സസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെയാണ്, നിങ്ങൾ കേട്ട് കാണും, ബ്ലൂംബർഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടൈംസ്, ദി എക്കണോമിസ്റ്റ് എന്നൊക്കെ പറയുന്ന ന്യൂസ് ഡിവിഷൻസ്. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള പല കമ്പനീസിന്റെയും ന്യൂസ് ഡിവിഷൻസ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ഇതിനൊക്കെ പ്രത്യേകത ഈ പറയുന്ന പോലെ വെറുതെ ന്യൂസ് ഹെഡ്ലൈൻസ് കാണിച്ചു പോവലല്ല, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ന്യൂസിലുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു വൺ സൈഡ് എന്ന രീതിയിലല്ല, ഒരു 360 ഡിഗ്രി അനാലിസിസ് ആണ്. അപ്പൊ നമുക്കൊരു വാർത്ത കണ്ടു, ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് ഒരു ഡാറ്റ ഉണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു ഡിസിപ്ലിനിൽ എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് കിട്ടുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ധാരണ നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് ഹെഡ്ലൈൻസ് നോക്കി പോകുന്നു, അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ GDP റേറ്റ് ഇങ്ങനെയാണെന്നുള്ളത് വെറുതെ ഒരു ഹെഡ്ലൈനിൽ കാണുന്നതല്ലാതെ പല രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള അനലിറ്റിക്സ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ ഇത് വെറും ഹെഡ്ലൈൻസ് മാത്രമല്ല, പ്രൊഫഷണൽ ലെവലിൽ മാർക്കറ്റ് ഇൻസൈറ്റ്സും അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് കിട്ടും. ഇനി ഇതിനകത്ത് ഈ പറയുന്ന 3 കാര്യങ്ങൾ, അത് ബ്ലൂംബർഗ്, ഫിനാൻഷ്യൽ ടൈംസ്, ദി എക്കണോമിസ്റ്റ്, ഇതിനകത്തൊക്കെ തന്നെ ഈ ഒരു ഒപ്പീനിയൻ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ന്യൂസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് നമുക്ക് അതിനകത്ത് വായിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസോ അല്ലെങ്കിൽ ആ ഒരു വൺ സൈഡ് മാത്രമായിരിക്കില്ല ഡിസ്കസ് ചെയ്യുന്നത്, പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അതേപോലെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും, വലിയ പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലുമല്ല. കുട്ടികൾക്ക് എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ കോളേജിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ മെയിൽ IDs യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 90% വരെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഡിസ്കൗണ്ട്സ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് ബ്ലൂംബർഗിന്റെ ആണെങ്കിൽ തന്നെ FTs എന്ന് പറയുന്നത് 5 things of the day, അതായത് ദിവസങ്ങൾ നടക്കുന്ന പ്രധാന 5 വിഷയങ്ങളുടെ ഒരു സമ്മറി നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലായിട്ട് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവരുടെയൊക്കെ ഹെഡിങ്സ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കുറച്ചും കൂടെ ഒരു ഇക്കണോമിക് അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ, കൊമേഴ്സ് പരമായിട്ടൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ഉള്ള പ്രധാന 5 കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് സെർച്ച് ചെയ്ത് പോവാതെ തന്നെ നിങ്ങളുടെ ഇൻബോക്സിൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അതേപോലെ മറ്റൊരു കാര്യമാണ്, IMFന്റെ ഒരു ആപ്പ് ഉണ്ട്, അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആപ്പാണ്. ഇത് നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്, കാരണം അത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മോണിറ്ററി പരമായിട്ടുള്ള ആഗോളപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കരിയറിനെ ഒന്ന് റിഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി കൊമേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് മേഖലയെ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന, പല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ന്യൂസ് ആപ്പ് ആണെങ്കിൽ ഒരു അപ് ടു ഡേറ്റ് ആപ്പാണ് നമ്മുടെ IMFന്റെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ ഗ്ലോബൽ ഇക്കണോമിക് ഡാറ്റയും അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഔട്ട്ലുക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഈ ആപ്പിലെ കൺട്രി ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് ഉണ്ട്. നമുക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ഡയറക്റ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് അത്രയും ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രെഡിബിലിറ്റി വലിയ രീതിയിൽ ഇഷ്യൂ ആകുന്നില്ല. പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഡാറ്റയുടെ സോഴ്സ് അത് വലിയൊരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന കാര്യം സത്യസന്ധമായിട്ട് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും അല്ലെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് പോവാണ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത് അറിയാനായിട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ ഈ പറയുന്ന IMFന്റെ ആപ്പിലുള്ള പ്രത്യേകതയാണ് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു
പെർട്ടിക്കുലർ കാറ്റഗറി ഉണ്ട്. അതായത് എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന, കൊമേഴ്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ബൈബിളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ പബ്ലിഷിങ്ങിലൂടെ അവർ പുറത്തു വിടുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് സോഴ്സിൽ നിന്നൊന്നും ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടണം എന്നില്ല. നമ്മൾ പറയുന്നത് ജനറൽ ഹെഡ്ലൈൻസോ ജനറൽ ന്യൂസോ ഒന്നും അല്ല, നമ്മുടെ ഡിസിപ്ലിനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഗ്ലോബൽ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഡാറ്റ മാപ്പർ ടൂൾ ഉണ്ട്. ഈ IMF എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഡാറ്റ മാപ്പർ ടൂൾ, അതായത് ഈ ഒരു ആപ്പിൽ ഒരു വിഷ്വൽ ആയിട്ട് നമുക്ക് പറയുന്ന മറ്റ് ന്യൂസ് ചാനൽസിലോ അല്ലെങ്കിൽ കാര്യങ്ങളോ കിട്ടാത്ത പോലെ വിഷ്വലി നമുക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ GDP അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് അനാലിസിസ് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ റീജിയണൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യ വൈസ് ആയിട്ടുള്ള മോണിറ്ററി ന്യൂസ് ആണ് അറിയേണ്ടതെങ്കിൽ നമുക്ക് ആ ഒരു സെഗ്മെന്റ് ചൂസ് ചെയ്യാം. അതല്ല ഏഷ്യ മൊത്തം അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു സിമ്പിൾ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഫിനാൻസ്. അതൊരു പക്ഷേ കുറച്ചെങ്കിലും ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് അനാലിസിസാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2-3 കമ്പനികളുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ചസിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാവുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ക്രെഡിബിൾ ആയിട്ട് നോക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ഗൂഗിൾ ഫിനാൻസ് എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഫിനാൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു തേർഡ് പാർട്ടി ആപ്പിൽ ഈ പറയുന്ന വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും അവരുടെ ഗ്രാഫ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് വഴി അല്ലെങ്കിൽ ഗൂഗിൾ ഫിനാൻസിന്റെ വെബ്സൈറ്റ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതിനകത്തുള്ള മറ്റൊരു കാര്യമാണ് കോറിലേഷൻ ട്രാക്കിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനൊക്കെ ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സ്ഡ് ഫണ്ട് അല്ലെങ്കിൽ Nifty 50 അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് തേർഡ് പാർട്ടി ആപ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ പോരെ? പക്ഷെ അതിനകത്തൊക്കെ ഒരു വോളറ്റിലിറ്റി ഉണ്ട്. നമ്മൾ കൃത്യമായ രീതിയിലുള്ള അനാലിസിസ് ആയിരിക്കണം എന്നില്ല കിട്ടുന്നത്. പക്ഷേ ഗൂഗിൾ ഫിനാൻസിന്റെ ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റോക്കുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ അപ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഫ്രീ ആണ്, എസ്പെഷ്യലി കുട്ടികളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലുള്ള മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എൻട്രി കൊമേഴ്സിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. താങ്ക് യു.